ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ഇന്ന് ഉയിർപ്പ് കാലത്തിൻ്റെ 5-ാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് സഭ നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. നമ്മൾ ഇന്ന് തിബേരിയാസ് കടൽ തീരത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കാൻ പോവുകയാണ്. അവിടെ 7 ശിഷ്യന്മാരെയാണ് നമ്മൾ കാണുന്നത്. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാന്, തോമസ്, ചെറിയ യാക്കോബ്, വലിയ യാക്കോബ്. ഈ 7 ശിഷ്യന്മാർ ഈശോയുടെ മരണത്തിന് ശേഷം പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് അവരുടെ പഴയ ജോലിയിലേക്ക് പോകുന്നതായിട്ടാണ് നാം കാണുന്നത്. അതിന് കാരണം ഈശോയുടെ കൂടെ നടന്ന ആ കാലഘട്ടങ്ങളിലെല്ലാം ഭൗമികമായ കാര്യങ്ങളെപ്പറ്റിയാണ് കൂടുതൽ അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം ഈശോ കുരിശുമരണത്തെപ്പറ്റിയും ഉത്ഥാനത്തെപ്പറ്റിയും പല പ്രാവശ്യം ഈശോ പല അടയാളങ്ങളിലൂടെ പറഞ്ഞെങ്കിൽ അവരുടെ മനസ്സിൽ അത് പ്രവേശിക്കാൻ ഇടയായില്ല. അതുകൊണ്ട് ഭൗമികമായി കൂടുതൽ ചിന്തിച്ചുകൊണ്ട് ശിഷ്യന്മാർ മരണത്തിന് ശേഷം, ഈശോയുടെ മരണത്തിന് ശേഷം പഴയ രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ് പോയത്. അതിന് ഉദാഹരണമാണ് പത്രോസ്, ഞാൻ ഇനി തൊട്ട് മീൻ പിടിക്കാൻ പോവുകയാണെന്ന് പറയുന്നതായിട്ട് നാം കാണുന്നത്. ഇവരുടെ മധ്യത്തിലേക്കാണ് ഈശോ പ്രത്യക്ഷപ്പെടുന്നത്. രാത്രിയോളം ഇവർ വലയെറിഞ്ഞിട്ടും മീനെ കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ, ഒത്തിരി വിഷമിക്കുന്ന അവസരത്തിൽ ഈശോ അവിടെ രംഗപ്രവേശം ചെയ്യുകയാണ്. അപ്പോൾ ഈശോയെ പെട്ടെന്ന് ഇവർ കാണുമ്പോൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഈശോ രംഗപ്രവേശം ചെയ്ത് ഈശോ അവരോട് സംസാരിക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, ഇത്രയധികം വലയെറിഞ്ഞിട്ട് മീനെ കിട്ടുന്നില്ല. അപ്പോൾ ഈശോ പറഞ്ഞതനുസരിച്ച് അവർ വലയെറിയുകയും അവർക്ക് മീനുകൾ ലഭിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ഇവിടെ 7 ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ 7 എന്നുള്ള സംഖ്യ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പൂർണ്ണസംഖ്യയാണ്. അപ്പോൾ ഒരു പൂർണ്ണതയിലേക്ക് അവരെ നയിക്കാനായിട്ട്, ഒരു പൂർണ്ണമാക്കാനായിട്ട് ഈശോയുടെ രംഗപ്രവേശം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഒത്തിരി ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും ദുരിതങ്ങളും എല്ലാ അവസ്ഥകളുമുണ്ട്. അപ്പോൾ ഈ കടലാകുന്ന ഈ കഷ്ടങ്ങളുടെയും ദുഃഖങ്ങളുടെയൊക്കെ മീതെ നടന്നാണ് കർത്താവ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. പലപ്പോഴും നമ്മളുടെ സ്വാർത്ഥപരമായ ചിന്തകളിൽ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന മറ്റൊരു പാപകരമായ അവസ്ഥകളിലൊക്കെ ഈശോയെ ദർശിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഈശോയുമായിട്ട് ഒരു അനുഭവവേദ്യമായ ജീവിതം അല്ലെങ്കിൽ അനുഭവഭേദ്യമായ ഒരവസ്ഥ നമുക്കുണ്ടാകണമെങ്കിൽ പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് തുറക്കണം. ശിഷ്യന്മാർ അവരുടെ ഹൃദയങ്ങളെ കർത്താവിന് മുമ്പിൽ തുറന്നപ്പോൾ ഈശോയെ മനസ്സിലാക്കാനും ഈശോയോടൊത്തായിരിക്കാനുമായിട്ടുള്ള ആ ബോധ്യം അവർക്ക് കിട്ടി. അതുകൊണ്ടാണ് അവരുടെ യഥാർത്ഥ ദൗത്യം എന്ന് പറയുന്നത് ഈശോയുടെ സ്നേഹം ലോകത്തിൻ്റെ അതിർത്തികളോളം കൊണ്ടുപോയി നൽകാനായിട്ടുള്ള ഒരു ദൗത്യം അവർക്കുണ്ടെന്നും അവരുടെ ഇപ്പോഴത്തെ ജീവിതമല്ല, അവരുടെ ജീവിതം കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് നൽകാനായിട്ടുള്ള ഒരു ദൗത്യമാണെന്ന് അവർ തിരിച്ചറിയുന്നത്. അതാണ് ഈശോ പറയുന്നത്, ഫീഡ് മൈ ഷീപ്പ്, എൻ്റെ ആടുകളെ നയിക്കുക എന്നുള്ളത്. അതനുസരിച്ചാണ് തോമാസ് ലീഹ ഭാരതത്തിലേക്ക് വരികയും പത്രോസ് റോമിലേക്ക് പോവുകയും രക്തസാക്ഷിയാവുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ, കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ടും തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഓടി അണയാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം. അവിടെയാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണതയുള്ളത്. അതുകൊണ്ട് സങ്കീർത്തനം 37:4 പറയുന്നത് പോലെ കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഈശോയുടെ ആ സാന്നിധ്യത്തെപ്പറ്റി കൂടുതൽ ബോധ്യമുണ്ടാകാനും തമ്പുരാൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ നിറവ് അനുഭവിക്കാനും, അങ്ങനെ ജീവിതത്തിലെ എത്രയധികം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ആ ഒരു അവസ്ഥയിൽ ഈശോയുടെ മുഖം ആ പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളും ദർശിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്തെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതവും ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ഒരു അടയാളമായി കൊണ്ടുകൊണ്ട് നമുക്ക് ലഭിച്ച ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമുക്ക് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.